ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീ സീസണിൻ്റെ അവസ്ഥ എന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ട് കളികൾ നമ്മൾ കളിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സ്വീഡനിൽ ലീഡ്സ് യുണൈറ്റഡുമായിട്ടും കളിച്ചു, ഇപ്പം അമേരിക്ക പോയിട്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡുമായിട്ടും കളിച്ചു. രണ്ടും നമ്മുടെ അത്ര ടെസ്റ്റ് ചെയ്യുന്ന ടീമുകളൊന്നും അല്ലെങ്കിലും വെസ്റ്റ് ഹാമൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ ഇടുന്ന ടീമാണ്. വെസ്റ്റ് ഹാമിൻ്റെ കളി എനിക്ക് കാണാൻ പറ്റിയില്ല, ടു ബി ഓണസ്റ്റ്. കാര്യം ഇന്ത്യയിൽ 4:30 കാണാമായിരുന്നു കളി രാവിലെ, ഇന്ന് വെളുപ്പിന്. അതുപോലെ തന്നെ നമ്മുടെ ലീഡ്സ് യുണൈറ്റഡിൻ്റെ കളി ഞാൻ കണ്ടു. സോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. മറ്റേതിൻ്റെ ഞാൻ ഹൈലൈറ്റ്സും കണ്ടു, എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലിംസസ് ഓഫ് അവർ സീസൺ കാണാമോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴത്തേക്കാണ് കമ്മിങ് ടു ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഗെയിമിൽ ഫസ്റ്റ് ഹാഫ് വാസ് കൈൻഡ് ഓഫ് ക്ലംസി. എനിക്ക് അത്ര വലിയ സന്തോഷം തോന്നിയൊരു കളിയൊന്നും ആയിരുന്നില്ല. പക്ഷേ വൺ മേജർ ബ്രൈറ്റ് സ്പോട്ട്, മത്യാസ് കുഞ്ഞ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൈൻഡ് ഓഫ് ബ്രസീലിയൻ സ്കിൽസ്, ട്രിക്കറി, അതൊക്കെ കാണാൻ പറ്റി. ടീംമേറ്റ്സുമായിട്ട് കുറച്ചുകൂടെ ഇൻ്റഗ്രേറ്റഡ് ആവാനുണ്ടെങ്കിലും ഹീസ് ഷോയിങ് കോൺഫിഡൻസ്. നല്ലൊരു സൈനിങ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നമ്പർ 10 ഹീസ് സൂട്ടഡ്. നമ്മുടെ സിസ്റ്റത്തിൽ നമ്പർ 10 വെൽ പ്രൊഫൈൽഡ് സൈനിങ് ആണ്. ഇനി ഈവൻ നമുക്ക് സ്ട്രൈക്കർ വരുന്നില്ലെങ്കിലും മേ ബി ഇംബുമോനെ ആണെങ്കിലും ബ്രൂണോ എംബുമോനെ 10 ഇട്ടിട്ട് വേണമെങ്കിൽ സ്ട്രൈക്കർ കളിപ്പിക്കാവുന്ന ഒരു പ്ലെയറും കൂടെയാണ്. വെർസറ്റൈലാണ്. അപ്പം കുഞ്ഞയുടെ കളി കാണാനാണ് ബേസിക്കലി ഞാൻ ഇരുന്നത്. കാര്യം ആ സമയം എംബുമോ ഡൺ അല്ലായിരുന്നു. കുഞ്ഞ വാസ് സോ സാറ്റിസ്ഫൈങ് ടു വാച്ച്. നല്ലപോലെ ബോളൊക്കെ എടുക്കുന്നു, ടൈറ്റ് സ്പേസസിൽ നിന്ന് ബോളൊക്കെ റിലീസ് ചെയ്യാനും ടൈറ്റ് സ്പേസിൽ നിന്ന് തന്നെ ബോൾ ചോദിച്ചു വാങ്ങാനും കൃത്യമായിട്ട് ഒരുപാട് റൺസ്, ആൾക്കാരിൽ റൺസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബ്രൂണോയെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു ആ കളിയിൽ കുഞ്ഞ. എനിക്കൊന്ന് അതിനുശേഷം സബ്ഡായി. ഒബ്വിയസ്ലി ഇത് പ്രീ സീസണാണ്, എല്ലാവർക്കും ചാൻസസ് കൊടുക്കുന്നതാണ്. അതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഇതിൽ തോന്നിയത് ഒരു മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ പുതിയ സൈനിങ്സിനെ പറ്റി പറഞ്ഞാൽ പഴയ പല്ലവി തന്നെ നമുക്ക് പറയുന്നതിനേക്കാളും പുതിമയുള്ള പുതിയ ആൾക്കാരൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, അമോറിം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ പ്രീ സീസൺ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പം ബ്രൂണോൻ്റെ കളിയോ ഹോയിലൻഡിൻ്റെ കളിയോ, ഹോയിലൻഡിന് ഒബ്വിയസ്ലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പക്ഷേ അല്ലാതെ അതിനെപ്പറ്റി പറയുന്നതിനേക്കാളും പ്രീ സീസണിൽ പുതുതായിട്ട് വന്ന ആരൊക്കെ, ഇപ്പം ഡിയോഗോ ലിയോൺ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ചങ്ങായി പരാഗ്വേ എന്ന് കണ്ട സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വിൻ്റർ ടൈം ആണെന്ന്. അപ്പോൾ ആ ചങ്ങായി ഇത്തവണ വന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പുള്ളി വാസ് ലൈക്ക് പുള്ളി വേറെ ഏതോ ഗ്രഹത്തിലാണെന്നുള്ള രീതിയിലാണ് അന്നത്തെ കളി കളിച്ചത്. നല്ല ഫിസിക്കലാണ്, 18 വയസ്സം കണ്ടുള്ളതെന്നാണ് തോന്നുന്നു. പക്ഷേ അതൊന്നും തോന്നുന്നില്ല, നല്ല ഒരു ഫിസിക്കൽ ചങ്ങായിയാണ്. ഇടിച്ചൊക്കെ ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളുടെ എന്താ പറയുക, ടീമുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഭാഷയുടെ പ്രശ്നമാവാം. ഭാഷയൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണ്, അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഭാഷയുടെ പ്രശ്നം നന്നായിട്ട് കാണും. ഒരു സൗത്ത് അമേരിക്കൻ ആണ്, ഇംഗ്ലീഷ് ലീഗിലോട്ട് വരുന്നു, അതും അതിന് പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഭാഷ ഇഷ്യൂസ് 100% ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്. കുറേ ബ്രൂണോ പുള്ളിക്കായിട്ട്, അതായത് ഡോർഗ് റൺ ചെയ്യുമ്പോഴോ ഒക്കെ, ഡാലോ റൺ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്ന പോലത്തെ ബോൾസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിയും ബ്രൂണോയും തമ്മിലോ അല്ലെങ്കിൽ പുള്ളിയും ബാക്കി ടീംമേറ്റ്സ് തമ്മിൽ പുള്ളി ഒരു വേറൊരു രാജ്യത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ലെവൽസായിരുന്നു. അപ്പം അതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്, കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. ബട്ട് ഹീ ഈസ് വെരി അത്ലറ്റിക്, നല്ല ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു, അവൻ്റെ പ്രായത്തിനേക്കാളും വലിയ സൈസുള്ള ഒരു പുള്ളിയാണ്. ക്രോസ് ഇടുന്നുണ്ടായിരുന്നു. ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ചെറിയ റിവ്യൂ പറയാനുള്ള രീതിയിൽ ഇരുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ കളിയുടെ രാത്രി നടന്ന കളിയിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോയിലുണ്ട് എന്തൊക്കെയോ ആരെയൊക്കെയോ വെട്ടിച്ച് പോയി ഒരു നല്ലൊരു ഷോട്ട് ലെഫ്റ്റ് ഫൂട്ടിൽ നിന്ന് അടിക്കുന്നുണ്ട്, വരണം പോസ്റ്റിലൊക്കെ തട്ടിപ്പോയി. അത് ഓൾറെഡി ഇപ്പം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അത് നല്ല രീതിയിൽ ആക്സിലറേറ്റ് ഒക്കെ ചെയ്ത് ബോൾ എടുത്താണ്. ഗുഡ് ആൻഡ് ഹാപ്പി ടു സി. അവന് കോൺഫിഡൻസ് വേണം. പിന്നെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലപോലെ റൺസ് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞ ബോൾ ഇട്ട് കൊടുക്കാനാണെങ്കിലും നല്ലപോലെ അവൻ റൺസ് മേക്ക് ചെയ്യുന്നുണ്ട്. അത് യൂഷ്വലി അവൻ്റെ ഭാഗത്തുനിന്ന് ഇടയ്ക്ക് വെച്ച് വന്നിരുന്നു, പിന്നെ അങ്ങ് പോയിരുന്നു. ഇപ്പം കുറച്ചുകൂടെ മോശമില്ലാതെ വരുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ ദം. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മെയിൻലി ഉഗാർത്തെ കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് കേട്ടു. അത് കുഞ്ഞയുടെ കളിയും മോശമൊന്നും അല്ലായിരുന്നു എന്ന് കേട്ടു. കുഞ്ഞ ഈവൻ ഹൈലൈറ്റ്സിലും വാസ് വൈബ്രൻറ്റ്. ബ്രൂണോ ആണ് 2 ഗോൾ അടിച്ച് 2-1 ജയിച്ചു. ലീഡ്സിൻ്റെ കളി 0-0, ഒരു ബോറിംഗ് ഡ്രോ ആയിരുന്നു, വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു ആക്ച്വലി. പക്ഷേ നമ്മുടെ ടീമല്ലേ. ഇപ്പോൾ ഇന്നത്തെ കളി 2-1 ജയിച്ചു. അതിൽ ബ്രൂണോ 2 ഗോൾ അടിച്ചെങ്കിലും രണ്ടാമത്തെ ഗോൾ നല്ല ഗോളാണ് ബ്രൂണോ അടിച്ചത്. പക്ഷേ അതിന് തൊട്ട് മുന്നേ പുള്ളിക്കൊരു നല്ല 1-on-1 കിട്ടി, അത് കൊണ്ട് കളഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മളിതൊക്കെ നോക്കുന്നത് കൈൻഡ് ഓഫ് പാറ്റേൺ ഓഫ് പ്ലേയോ, എന്താ അമോറിം ഉദ്ദേശിക്കുന്നത്, അമോറിമിൻ്റെ ജാതകം എപ്പോഴും എഴുതാവോ എന്നൊക്കെ ഉള്ള രീതി നോക്കാം. പക്ഷേ നത്തിങ് ദാറ്റ് ബാഡ്, ഓർ എന്താ പറയുക, ഇത്ര പോർട്രേ ചെയ്യാൻ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് സോഷ്യൽ മീഡിയ അബൌട്ട്. പക്ഷെ ഇത്ര നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്താലും നിങ്ങളതിലൊന്നും വിചാരിക്കേണ്ട. അത്രയ്ക്ക് മാത്രമൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ടു പ്രീ സീസൺ ഗെയിം ആയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ ട്രെയിനിങ് സെഷൻസ് നടക്കാനുണ്ട്. എംബോമോ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടില്ല സ്ക്വാഡിലോട്ട്. ബൂമോയും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട് ലൈൻ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ മിഡ്, പിന്നെ ബാക്ക്, ഇങ്ങനെ നമ്മൾ ഓരോന്നും സ്ക്രൂ ടൈറ്റ് ചെയ്ത് പോകുമെന്ന് നോക്കും. അപ്പോൾ അതൊക്കെയാണ് പ്രീ സീസൺ വിശേഷങ്ങൾ. ഇനിയിപ്പം അമേരിക്കയിലായതുകൊണ്ട് ഒരു ഓക്വേർഡ് ടൈമിങ്ങിലായിരിക്കും പ്രീ സീസൺ കളികൾ വരുന്നത്.
വിച്ച് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. പക്ഷേ കഴിവതും പറ്റുന്ന പോലെയൊക്കെ വാച്ച് ചെയ്ത് നമുക്ക് റിവ്യൂസ് ഇടാം. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ കളിയെ കണ്ടാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ആഡ് ഓൺ ടു ദ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ തോട്ട്സ്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.